Disclaimer. Investments and ideas discussed or expressed in this channel may not be suitable for all investors. Investors must make their own investment decisions based on their specific investment objectives and financial position only after consulting such SEBI-certified financial advisors as may be necessary. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓല ഇലക്ട്രിക് കമ്പനിയുടെ ലോങ് ടേമിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ലൈൻ നോക്കാം. ഈ സപ്പോർട്ട് എന്തെന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. മേജർ സപ്പോർട്ട് ലൈനിലാണ് നമ്മൾ സാധ്യത ഉള്ളത്, നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടാണ്. നോക്കിയാൽ കാണാം, ഇത് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ലിസ്റ്റ് ചെയ്തിട്ട് മുകളിൽ പോയി താഴെ വന്നു. ഇത് ആണ് ഹിസ്റ്റോറിക്കൽ ചാർട്ട്. 2017 സ്ഥാപിതമായ ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് പ്രധാനമായും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള കോർ ഘടകങ്ങളും നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രിക് വാഹന കമ്പനിയാണ്. ഈ ഘടകങ്ങളിൽ ബാറ്ററി പാക്കുകൾ, മോട്ടോറുകൾ, വാഹന ഫ്രെയിമുകൾ എന്നിവ ഉൾപ്പെടുന്നു. എല്ലാം ഓല ഫ്യൂച്ചർ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ 2 വീലർ സെക്ടറിൽ 31% അവരാണ് ടോട്ടൽ ഇന്ത്യയിൽ കൈയാളുന്നത്. 2021 ഓഗസ്റ്റിലെ ആദ്യ ഉൽപ്പന്ന പ്രഖ്യാപനം മുതൽ കമ്പനി 7 ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുകയും 4 ഉൽപ്പന്നങ്ങൾ കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓല ഫ്യൂച്ചർ ഫാക്ടറി സെല്ലുകൾ ഉൾപ്പെടെയുള്ള ഇൻ-ഹൗസ് തേർഡ് പാർട്ടി ഘടകങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ചാണ് EV സ്കൂട്ടറുകൾ നിർമ്മിക്കുന്നത്. അവരുടെ ഫാക്ടറിക്ക് പ്രതിവർഷം 1 ദശലക്ഷം യൂണിറ്റുകൾ നിർമ്മിക്കാൻ കഴിയും. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് ഇലക്ട്രിക് 2 വീലർ നിർമ്മാണ പ്ലാന്റായി മാറുകയും ചെയ്തു. തമിഴ്നാട്ടിൽ 2000 ഏക്കർ വിസ്തൃതിയിൽ ഒരു EV ഹബ്ബ് വികസിപ്പിക്കാൻ അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിൽ ഫീച്ചർ ഫാക്ടറി, ഗിഗാ ഫാക്ടറി, സ്ഥാപിത വിതരണക്കാർ എന്നിവ ഉൾപ്പെടുന്നു. നിലവിലുള്ളതും ഭാവിയിൽ ഉള്ളതുമായ EV സ്കൂട്ടർ മോഡലുകളുടെ ഉൽപ്പാദനത്തെ ഈ ഹബ്ബ് പിന്തുണയ്ക്കും. കമ്പനി ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ ഒരു ബാറ്ററി ഇന്നോവേഷൻ സെൻറ്റർ BIC നടത്തുന്നുണ്ട്. ഓല ഗിഗാ ഫാക്ടറിയിൽ വരാനിരിക്കുന്ന സെൽ നിർമ്മാണത്തിനുള്ള സെല്ല്, ബാറ്ററി സാങ്കേതിക വിദ്യ ഇതിന് വികസിപ്പിക്കുന്നതും നിർമ്മാണ പ്രക്രിയകളും ഈ ബാംഗ്ലൂരിലാണ് കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം, UK, യുണൈറ്റഡ് സ്റ്റേറ്റ് USA എന്നിവിടങ്ങളിലെ കമ്പനി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും പുതിയ ഇലക്ട്രിക് വാഹന ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ബാറ്ററി പാക്ക്, മോട്ടർ, വാഹന ഫ്രെയിമാണ് ഒരു മേജറായിട്ട് അവരെന്നെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കമ്പനി തന്നെ. കമ്പനിയുടെ വരുമാനത്തിൻ്റെ 7.4% റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഇതിനു വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. കമ്പനി IPO വഴി കഴിഞ്ഞ ഓഗസ്റ്റിൽ 6415 കോടി രൂപ സമാഹരിച്ചു. അതിൽ 5500 കോടി പുതിയ ഇഷ്യൂ ആണ്. 2024 ഓഗസ്റ്റ് 9 ലിസ്റ്റ് ചെയ്തത്. IPO പ്രൈസ് 76 ആയിരുന്നു. ലിസ്റ്റിംഗ് പ്രൈസും 76 തന്നെ ഓപ്പണായി. അന്നത്തെ ദിവസം 20% കയറിയിട്ട് 91.91 രൂപ 20 പൈസയ്ക്കാണ് അന്ന് ക്ലോസ് ആയത്. IPOയിൽ നിന്ന് കിട്ടിയ പൈസ അവർ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ പ്ലാന്റിൻ്റെ നിർമ്മാണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുതിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടം തിരിച്ചടവിന് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ R&D ഗവേഷണത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ചില പൊതു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആ പൈസ ചിലവാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് 33,094 കോടിയാണുള്ളത് ഇപ്പോഴത്തെ. പ്രൊമോട്ടർ ഹോൾഡിങ് 36.8% അതിൽ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. 2.98% പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാല്യൂ 10 രൂപ ആയിട്ടാണ് ഉള്ളത്. ഈ 1 ഇയറിൽ ഏറ്റവും ഹൈ 158 കുറഞ്ഞത് 64-60 വരെ പോയിട്ടുണ്ട്. ഇത് ക്വാർട്ടർലി റിസൾട്ടാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ അധികം ഈ 2-3 കൊല്ലത്തെ ഡാറ്റയല്ലോ. ഈ കമ്പനിക്ക് അതാണ് ഒരു കുറവായിട്ട് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ, ഇത് തുടങ്ങിയിട്ട് അധികം കാലമാവാത്ത കാരണം ഡാറ്റ വളരെ കുറവാണ്. അതിലിപ്പോൾ സെയിൽസ് ആയാലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും
നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവിലാണ് ഇപ്പോൾ പോകണം. ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് സെപ്റ്റംബർ 24 -495 കോടിയാണ്. അതിൻ്റെ അർത്ഥം അവർ ആ പൈസ ഇറക്കിയാൽ അത് അവരുടെ റിട്ടേണുകൾ വരാൻ തുടങ്ങിയിട്ടില്ല. എന്താ പറഞ്ഞാൽ അവർ പ്രൊജക്റ്റുകളും പുതിയ പ്ലാന്റുകളും അതിൻ്റെയൊക്കെ പണികൾ നടക്കുന്നതല്ലോ. അപ്പോൾ അത് കാരണമായിരിക്കണം ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 495 കോടി ഇപ്പോൾ നെഗറ്റീവിലാണുള്ളത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്ക്രീനാണ്. നിങ്ങൾക്കൊന്ന് നോക്കാം, അതിൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചെടുക്കാം. ഇത് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്തിട്ട് എടുക്കുന്ന കാര്യങ്ങൾ. ഇത് ബാലൻസ് ഷീറ്റാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന പ്രൊമോട്ടറുടെ കയ്യിൽ 36.78 ഉള്ളത്. FI 2.11% ഉണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 4.55%. ഡിസംബറിലെ കണക്ക് പ്രകാരം പബ്ലിക്കിൽ നിന്ന് പിന്നെ 51% ഇതായിട്ടുണ്ട്. പക്ഷേ പ്രൊമോട്ടറിൽ 36.78% പ്രൊമോട്ടറുടെ കയ്യിൽ ഹോൾഡിംഗ് ഉള്ളൂ. ഇതാണ് ഓളുടെ ടെക്നിക്കൽ ചാർട്ട്. ഈ ടെക്നിക്കൽ ചാർട്ടിൽ കാണുന്ന ഈ 50 തൊട്ടിട്ട് 64 റേഞ്ചാണ് ഇതിൽ ലോങ് ടേം സപ്പോർട്ട് ലൈനാണ്. അപ്പോൾ സപ്പോർട്ട് ലൈനിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതാണ് 50 തൊട്ടിട്ട് 64% വരെ 64 രൂപ വരെയാണ് എന്താ റേഞ്ച്. ഇപ്പോൾ ഒരു പ്രാവശ്യം അത് 64 ടച്ച് ചെയ്തു. പക്ഷെ അതാണ് എന്താ റേഞ്ച്. ഏകദേശം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 76 രൂപയ്ക്കാണ് ഇത് ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്തത്. ഈ 76 രൂപയിൽ നിന്ന് ഈ സാധനം 150 പ്ലസ് വരെ പോയി. അതിനുശേഷം ഇപ്പോൾ ഈ മാർക്കറ്റ് കറക്ഷനും പ്ലസ് അവരുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഡൗൺ വന്നിരിക്കുന്നത്. ഈ ഫണ്ടമെൻ്റലി കാര്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാനില്ല. അത് മാത്രമല്ല, IPO കഴിഞ്ഞിട്ട് അവർ ആ ഫണ്ടുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അധികം. അപ്പോൾ നമുക്കതിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടെക്നിക്കൽ പാർട്ടിൽ മാത്രം നോക്കിയിട്ടാണ് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ടെക്നിക്കലായിട്ട് ഈ 50, 60, 64 റേഞ്ച് ഒരു ലോങ് ടേം സപ്പോർട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ഉപയോഗിക്കുക അവിടെ. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ്.